ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. സാധാരണഗതിയിൽ ഞാൻ എന്റെ ചാനൽ തുറന്നു വെക്കുന്നത് എന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. കുറേയധികം പേർക്ക് അറിയായിരിക്കും സ്പീച്ച് മേക്കർ എന്ന ചാനൽ ഷാരിക എന്ന ഒരു ഇന്റർവ്യൂവർ, ആങ്കർ, ന്യൂസ് റീഡർ നടത്തുന്ന ഒരു ചാനലാണെന്ന് കുറച്ച് പേർക്ക് അറിയാം. കാരണം എനിക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആകാത്തൊരു ചാനലാണ്. അതുകൊണ്ട് എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയില്ല. ഇനി രേണുസുധിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഹോസ്റ്റായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. അതിൽ രേണുസുധി ഗസ്റ്റായിട്ട് വന്നിരുന്നു. ഹോട്ട് സീറ്റ് എന്നൊരു പ്രോഗ്രാം മൈൽ സ്റ്റോണിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായിരിക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 2024 മെയ് തൊട്ട് ഞാൻ ഹോട്ട് സീറ്റ് അവിടെ ചെയ്യുന്നതാണ്. ഹോട്ട് സീറ്റിലേക്ക് വേണ്ടി അവർ എന്നെ വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അവരുടെ ഫ്രീലാൻസ് ആങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഇന്റർവ്യൂ ചെയ്യാറില്ല, ബട്ട് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് വൈറലാകാറുണ്ട്. ബിക്കോസ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമ്മള് ഈ തീ എന്നാണ് അവരുടെ സിമ്പിൾ പോലും തീയാണ്. അതിലിരുന്നാൽ നമ്മളെല്ലാരും പൊള്ളും. തീ എപ്പോഴും തൊട്ടാ പൊള്ളും, നമ്മുടെ കൈ പൊള്ളി കൊടുക്കും അല്ലേ. അതാണ് അതിന്റെ ഒരു തീം. ആ പ്രോഗ്രാമിന്റെ ഒരു തീം അങ്ങനെയാണ്. സോ ഞാൻ ഇച്ചിരി ന്യൂസ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഈ ക്യൂട്ട്നെസ് മാറി വിതറാത്തതുകൊണ്ടും മൈൽ സ്റ്റോൺ എന്നെ ഓപ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ. അങ്ങനെ ഇരിക്കെയാണ് രേണുസുധി എന്ന പറഞ്ഞ വ്യക്തിയെ ഗസ്റ്റായിട്ട് ഹോട്ട് സീറ്റിലേക്ക് കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2025 മെയ് 12-ാം തീയതിയാണ് എന്റെ ഓർമ്മ, വിളിക്കുന്നത്. നമ്മൾ ഹോട്ട് സീറ്റിലേക്ക് വിളിക്കുന്നു. ഈ രേണുസുധി എന്ന് പറഞ്ഞ വ്യക്തിയെ, അവരെ കുറിച്ച് ആദ്യം പറയട്ടെ. ഞാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് ദീർഘിപ്പിക്കുന്നില്ല. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ, എന്റെ ന്യൂസ് ചാനലുകളിൽ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. സോ അങ്ങനെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രേണുസുധി, ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ താഴെ രേണുസുധി കമന്റ് ചെയ്തത് താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞ രേണുസുധി ഒരുപാട് വട്ടം കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ. ഏതൊക്കെ ചാനലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം. സോ ഫൈൻ. ഞാനും രേണുസുധിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണുസുധിയെ തെറി പറയാത്ത 1,00,000 പേരിൽ, തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണുസുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു, ഇത് ശരിയാവോ? കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുധി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. കൃത്യസമയത്ത് തന്നെ രേണുസുധി എത്തി. മറ്റു ഗസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം. ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുധി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുധി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുധിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. ഇനി നിങ്ങൾ പറയാൻ വേണമെങ്കിൽ ഉണ്ട്. എന്തായാലും രേണുസുധിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. അത് ഏതാണ്ട് ഇനി 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ 7,000 പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത്. രേണുസുധിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ബിക്കോസ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നിലൂടെയെങ്കിലും രേണുസുധി, അതായത് ഇന്റർവ്യൂവിന്റെ തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസുധി ഇപ്പൊ വലിയ നല്ലയാണ്, രേണുസുധി നേരത്തെ നല്ലത് തന്നെയാണ്, രേണുസുധി മോശക്കാരി അല്ലായിരുന്നു, പക്ഷെ അവരെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയുടെയും അവരോടൊപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രേണുസുധി 2ാമത് കെട്ടിക്കാൻ നടക്കുന്നു. ആ രേണുസുധിയുടെ മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച, ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7,000 പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ 2 പറയണമല്ലോ, വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. മൈത്രേന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ ഇതിൽ 10,000, 2,000, 3,000 കമന്റ് വന്നു. പക്ഷെ അതിൽ ഞാൻ ഇരട്ടി എനിക്കിപ്പോ കിട്ടി. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട്
അതിലെനിക്ക് മറുപടി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് മൈത്രേനെ ഒരുപാട് പേര് നേരത്തെ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ആരാധകരുണ്ട്, അതായത് ഒരു ഷോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ രേണുസുതിയെ ഈ 100 പേര് തെറി പറഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 99.5% ആൾക്കാർ അവർ തെറി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. രേണുസുതിക്ക് നാണമില്ലേ? എന്തിന് പ്രായമായ അമ്മച്ചിമാർ വരെ അവരെ റെക്കോർഡിങ്സ് വരെ കേൾക്കാം നമുക്ക്. മൊബൈൽ റീചാർജ് ചെയ്തിട്ട് ഈ കാണുന്ന ഇവരുടെ കോപ്രായങ്ങളാണെന്ന് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. അപ്പോ ഇങ്ങനെ അവർക്ക് സ്ഥലം കൊടുത്തോർത്ത് ലജ്ജ തോന്നുന്നു. അങ്ങനെ പലവരും പല അലിഗേഷൻസും പറയുന്നു. അവരെല്ലാവരും ഇപ്പൊ മൊബൈൽ റീചാർജ് ചെയ്ത് വന്നിരുന്ന് എന്നെ തെറി വിളിക്കുന്നു. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? സത്യത്തിൽ എനിക്കാണോ കുഴപ്പം, നിങ്ങൾക്കാണോ കുഴപ്പം? രേണുസുതി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്യാണ്. എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ചാനലും ഈ പറയപ്പെടുന്ന ഈ ഹോട്ട് സീറ്റിന്റെ നിങ്ങൾ ഇനിയും മനസ്സിലാക്കുള്ളൂ. ഇനിയും ചിലപ്പോൾ ഇതിലും വലിയ അതിഥികളും ഇതിലും വലിയ കൊള്ളിളക്കങ്ങളും ഉണ്ടായേക്കാം. ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കാം അതിന്റെ ഹോസ്റ്റ് ആയിട്ടുണ്ടായിരിക്കാം, ഞാനോ വേറെ ആരെങ്കിലും ആയിരിക്കാം. ബട്ട് അപ്പോഴും ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഗസ്റ്റിന്റെ ഫുൾ 100% പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് ഹോട്ട് സീറ്റിൽ ഓരോ ആൾക്കാരും കൊണ്ടിരുത്തിയിരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ രേണുസുതിനെ പോയി ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ആരെങ്കിലും തെറി വിളിച്ചാൽ പോലെ നിങ്ങൾ തെറി വിളിച്ചോളൂ, കുഴപ്പമില്ല. എങ്കിലും എന്നിലൂടെയെങ്കിലും നിങ്ങൾ രേണുസുതിയെ റെസ്പെക്ട് ചെയ്യുകയും രേണുസുതി ഗ്രേറ്റ് എന്ന് പറയും വായിക്കുന്നതിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. എന്റെ കണ്ണുകൾ നോക്കിയിട്ട് കള്ളം പറയാൻ നിൽക്കുന്നുള്ളൂ. ഭയങ്കര കോൺഫിഡൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? സോ ഐ എം സോ എക്സ്ട്രീംലി ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പൊ രേണുസുതിയെ നിങ്ങൾ ഇനിയും പുകഴ്ത്തുക, ഇനിയും അത് കയറട്ടെ. മില്യൺ അടിച്ച് 2 മില്യൺ 3 മില്യൺ അടിച്ച് പോട്ടെ. അപ്പൊ കമന്റ്സ് എനിക്കിതിന് തെറി വന്നോട്ടെ. അപ്പോഴും രേണുസുതി അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിലും നീയൊക്കെ രേണുസുതി അംഗീകരിച്ചല്ലോ. അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് തുണി അഴിക്കാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാതെ അന്തസ്സായിട്ട് അഭിനയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീയെ യൂട്യൂബ് ബുള്ളിങ്ങിന്റെ പേര് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന്റെ പേര് വലിച്ചു കയറിയ നിന്നെ പോലുള്ള മക്കളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോ എന്തായാലും ഇതിൽ ചാനൽ ഹാപ്പിയാണ്, രേണുസുതി ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അത്ര മാത്രമേ എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളൂ. ഇനി നീയൊക്കെ എന്തൊക്കെ ഒന്ന് പറ, എന്റെ ചാനൽ അടി വന്ന് എന്തൊക്കെ പറയുന്നത് ഞാനൊന്ന് കാണട്ടെ. ഓക്കെ, അപ്പൊ ബൈ.